വിചാരിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ ഒതുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇനി പേരുകളുടെ പേരിൽ ഒന്ന് ചൊറിയാം. ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലെ സിന്ദൂർ എന്ന വാക്ക് ഒരു ഭാരതീയനും അഭിമാനം നൽകിയ ഒന്നാണ്. പക്ഷേ ജയാ ബച്ചന് അതത്ര രസിച്ചില്ല. ഒട്ടേറെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ക്കാൻ ഇടയാക്കിയതാണ് പഹൽഗാം ഭീകരാക്രമണമെന്നും അത്തരമൊരു പശ്ചാത്തലത്തിൽ നടത്തിയ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് എന്തിന് എന്ന് ജയാ ബച്ചന്റെ ചോദ്യം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളോട് അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ജയാ ബച്ചൻ തന്റെ പ്രസംഗം ആരംഭിച്ചത്. രാജ്യസഭയിൽ വിവാദത്തിന് തിരികൊളുത്തി ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരുമായി ബന്ധപ്പെട്ട സമാജ്വാദി പാർട്ടി എംപിയും പ്രശസ്ത അഭിനേത്രിയുമായ ജയാ ബച്ചൻ നടത്തിയ പരാമർശം: നിങ്ങൾ നിയമിച്ച സാഹിത്യകാരന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഗംഭീരമായ പേരുകൾ നൽകുന്നു. എന്തിനാണ് അതിന് സിന്ദൂർ എന്ന പേര് നൽകിയത്? കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരുടെ സിന്ദൂരം ഇല്ലാതായില്ലേ? ജയ ചോദിക്കുന്നു. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ ഭരണകക്ഷി എംപിമാരോട് ജയ ദേഷ്യപ്പെടുകയും ചെയ്തു. ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറാറില്ല. ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തടസ്സപ്പെടുത്താറില്ല. അതുകൊണ്ട് നിങ്ങൾ നാവടക്കണം. ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി ജയയെ അനുനയിപ്പിക്കാൻ നോക്കിയപ്പോഴും പ്രിയങ്ക എന്നെ നിയന്ത്രിക്കാൻ നോക്കരുത് എന്ന വാക്കുകൾ കൊണ്ടായിരുന്നു ജയ പ്രതികരിച്ചത്. ഭീകരാക്രമണത്തിനിടയാക്കിയത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നും ജയാ ബച്ചൻ ആരോപിച്ചു. ജനങ്ങളുടെ വിശ്വാസത്തെ കേന്ദ്ര സർക്കാർ തകർത്തതായും ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. തുടർന്ന് ജയയുടെ വാദത്തിന് മറുപടിയുമായി BJP രംഗത്തെത്തുകയും ചെയ്തു. സിന്ദൂരം മായ്ച്ചത് ഭീകരരാണ് എന്നും സിന്ദൂരം ഒരു അലങ്കാരം മാത്രമല്ല എന്നും കരുത്തിന്റെയും കഴിവിന്റെയും പ്രതീകമാണെന്നും BJP വക്താവ് ഷഹസാദ് പൂനാവാല പറഞ്ഞു. സിന്ദൂരം മായ്ക്കുന്നവരെ ഇല്ലാതാക്കും എന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകാൻ ഉദ്ദേശിച്ചത് എന്നും പൂനാവാല കൂട്ടിച്ചേർത്തു. പഹൽഗാമിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു. തിരിച്ചടി വിവരം പങ്കുവച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് സിന്ദൂരരേഖയിൽ ചാർത്തുന്ന ആ ചുവന്ന പൊട്ടിനെ ഇന്ത്യൻ സ്ത്രീകൾ കണക്കാക്കുന്നത്. പരമ്പരാഗതമായും സാംസ്കാരികമായും ഈ ചുവന്ന തിലകത്തിന് പ്രാധാന്യമുണ്ട്. പഹൽഗാം ഭീകര ആക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നത് 6 ദിവസം മുൻപ് വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രമായിരുന്നു. മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയ ഇരുവരുടെയും വിധി മറ്റൊന്നായി. ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരുന്ന ഹിമാൻഷിയുടെ ചിത്രം ആക്രമണത്തിന്റെ മുഖചിത്രമായി മാറി. വിനയ് നർവാളിന്റെ സംസ്കാര ചടങ്ങിൽ സിന്ദൂരമണിയാതെ പങ്കെടുത്ത ഹിമാൻഷിയെയും ഇന്ത്യ കണ്ടിരുന്നു. പഹൽഗാമിനുടൻ തിരിച്ചടി എന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഹിമാൻഷി ഉൾപ്പെടെയുള്ള അനേകം വനിതകളുടെ കരഞ്ഞ് കണ്ണീർ പറ്റിയ മുഖം കൂടി ഉണ്ടായിരുന്നു. അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതാണ്. പോരാളികളായി ഇറങ്ങുന്നവരും നെറ്റിയിൽ ചുവന്ന സിന്ദൂരം ചാർത്തുന്ന രീതി പരമ്പരാഗതമായി ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. രാജ്പുത് മറാത്ത യോദ്ധാക്കന്മാർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഇറങ്ങുന്നതാണ് രീതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂർ കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണ് എന്നതും മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമാനസ്.